ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും സ്വയംവര പന്തൽ എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ബാനറൊക്കെ വെച്ച എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം കലി വന്നിട്ട് നമ്മുടെ പത്മയ്ക്ക് യാതൊരു നിൽക്ക് കളിയില്ല കേട്ടോ. ദേഷ്യം വന്ന് അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നാലെ ഇന്ദ്രജിയുണ്ട്, അളിയനും ഉണ്ട്, പിന്നെ നമ്മുടെ അച്ഛനും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പത്മ അങ്ങനെ കിടന്ന് കലി തുള്ളുകയാണേ. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, വീട്ടേക്ക് ഒരു ബാനറല്ലേ, അതിലിപ്പോൾ എന്തായിരിക്കണേ, അതിപ്പോൾ ഒരു ദിവസമല്ലേ അങ്ങനെ വെച്ചിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ എന്ത് ചെയ്താലും ഞാൻ വിടണം, അവൻ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ എപ്പോഴെപ്പോഴും ഞാൻ വിട്ടുകൊടുക്കലാണ്, അവന് എന്നാൽ കളി ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഇവിടെ നടക്കാൻ പോണത് എന്താണ്, എൻ്റെ മോളുടെ നിശ്ചയമാണ് നടക്കാൻ പോണത്. അപ്പോൾ ആൾക്കാർ വന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും കാണുന്നത്, മോശമല്ലേ അത് എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്നിട്ട് പത്മ പറയണ്ട, അവന് വല്ല ചിന്തയുണ്ട ഇവിടെ എന്താ നടക്കാൻ പോകണമെന്ന്, അവൻ്റെ സഹോദരൻ്റെ നിശ്ചയമാണ്. എന്നിട്ട് അവന് വല്ല ചിന്തയുണ്ടെന്നും കൊച്ചിങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ എങ്ങനെയെങ്കിലും ദേഷ്യം പിടിപ്പിക്കണം, അത് മാത്രമേ ഉള്ളൂ അവൻ്റെ ചിന്ത എന്ന് പറയണ്ട കേട്ടോ. പറയണ്ട, അവൻ ചെറിയ പയ്യനല്ലേ, എന്തിനാ നീ അതൊക്കെ കാര്യമാക്കി എടുക്കണേ, അത് അവൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ പത്മ ദേഷ്യം വന്നിട്ട് പറയേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴും അതല്ലൊരു ചിന്തയുള്ളൂ, എപ്പോൾ നോക്കിയാലും ഞാൻ വിട്ടുകൊടുക്കണം. ഇവിടെ എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ വരാൻ പോണത്, അവരൊക്കെ ആ പോസ്റ്റർ ആ ബാനർ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും. അപ്പോൾ ഈ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പത്മയുടെ ആങ്ങളെയും ഭാര്യയും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അളിയൻ്റെ അടുത്ത് പറയുന്നത്, ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സൂര്യനെ കുറ്റം പറയാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പം അച്ഛൻ പറയുന്നത്, നിങ്ങളും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിവിടെ പത്മനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്മയുടെ ആങ്ങളെ പറയുന്നുണ്ട്, പത്മേ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം, ഇതിപ്പോൾ ലോകത്തെ മുഴുവൻ കാണിക്കാൻ വരുന്ന ആൾക്കാരെ കാണിക്കാനൊന്നല്ല അവൻ ഈ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്, ഇത് നിന്നെ കാണിക്കാൻ മാത്രം, നീ കാണാൻ വേണ്ടി മാത്രമാണ്, നീ എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടണം, അതാണ് അവൻ്റെ ആവശ്യം. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിൻ്റെ അഭിമാനം എന്തായിരിക്കും. അപ്പോൾ ഇതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, നീ ഒരു കാര്യം ചിന്തിക്കണം, അവൻ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും നീ ചെയ്യാൻ പാടില്ല, അതാണ് നീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്മ അങ്ങനെ പറഞ്ഞത് ശരിയാന്നുള്ള അർത്ഥത്തിൽ പത്മ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ നീ അത് കണ്ടില്ല എന്ന് നടിക്കണം, അങ്ങനെ വേണം അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ അവൻ ചെയ്തതിനൊക്കെ നീ ഇങ്ങനെ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്കാണ് അതിൻ്റെ മനക്കേട്, പിന്നെ നീയും അവൻ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കേണ്ടിട്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആകെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്മ ഒന്ന് അടങ്ങി. എന്നിട്ട് പത്മ പറയുന്നുണ്ട്, ഇത്ര നേരം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഏട്ടൻ പറഞ്ഞതാണ് കറക്റ്റ്, എന്തായാലും ഇനി അവനെ ഡീൽ ചെയ്യേണ്ട കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നത് പത്മ. അങ്ങനെ ഒരു കണക്കിന് പത്മേനെ അങ്ങോട്ട് അടക്കി ഒരടങ്ങിയിരിക്കുകയാണ് പത്മ. ഈ സമയത്ത് നമ്മുടെ അളിയനും ഇന്ദ്രജിയും കൂടി വന്നിട്ട് ഫ്ലെക്സിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലെക്സ് ഇവിടുന്ന് എങ്ങനെ എടുത്ത് മാറ്റേണ്ട കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അളിയൻ ഈ ഫോട്ടോനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രജി പറഞ്ഞു, ഇതാണ് അപ്പോൾ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഫോട്ടോ എടുത്ത് മാറ്റാൻ പറ്റില്ല എന്നല്ല അളിയൻ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ഐഡിയ ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആരും അറിയാത്ത പോലെ ഫോട്ടോൻ്റെ അടിയിൽ കിടന്ന് നമുക്ക് തീരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രജി അങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വീണ്ടും കത്തിപ്പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗയുടെ വരവ്. അത് അപ്പോൾ അളിയൻ ചൂണ്ടി കാണിച്ചു, നോക്കി ധാര വന്നിക്കണേ നോക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവരിത് എങ്ങനെ എന്തിനാ ഇവിടെ വന്നേ, ഇവരാരെ വിളിച്ചേ വാ എന്നും പറഞ്ഞിട്ട് ഇന്ദ്രജി അളിയനും കൂടിയിട്ട് ഓടി വരേണ്ട ഇങ്ങോട്ട് അടുത്ത്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്തൊരു ചോദ്യം മോളെ, ഞാൻ ആരാന്ന് നിനക്ക് അറിഞ്ഞൂടെ, ഞാൻ കണക്കിൽ നിൻ്റെ ചെറിയമ്മയായിട്ട് വരും, ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കും, പിന്നെ അത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ ഇവിടെ നടത്തേണ്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഗംഗ വന്നിട്ട് ചോദിച്ചിട്ട് നമ്മുടെ കൂടുതൽ ഗംഗയുടെ ആങ്ങളോട് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ ആൾക്കാരൊന്നും കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൾക്കാരെങ്ങനെ കാണും, അവരൊക്കെ രണ്ടുപേര് മറ്റേ ഉണ്ടാക്കണോടുത്ത്, രണ്ടുപേര് വിളമ്പണോടുത്ത്, അങ്ങനെ രണ്ടുപേര് അതിഥിയുടെ ഇതിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, നമുക്ക് പോലും അവരെ കണ്ട തിരിച്ചറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇന്ദ്രജി അളിയൻ്റെയും വരവ്. അപ്പോൾ ഇന്ദ്രജിനെ അളിയനെ മാക്സിമം കളിയാക്കുന്നുണ്ട് നമ്മുടെ ഗംഗ. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ എന്തുണ്ടായാലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ ഞാൻ വരും, ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതും കൂടെപ്പുറപ്പിൻ്റെ വീട്ടിൽ ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ വേണ്ടത് നിന്ന് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇന്ദ്രജനെ എന്തോ അരട്ടിക്കറ്റ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞു, ഇവൾ അരട്ടിക്കറ്റാണ്, അപ്പോൾ ഞാനോ കളിക്കട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അളിയൻ അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഗംഗ വന്നിട്ട് എല്ലാം അങ്ങനെ ഏറ്റെടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. ആ സമയത്താണ് നമ്മുടെ പത്മയുടെ വരും. പത്മ ഒരുവിധം കലി അടക്കിയിട്ട് വരികയാണേ. അപ്പോഴാണ് ഗംഗേനെ കൂടി കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട് ദേഷ്യപ്പെട്ടിട്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അടക്കി നിർത്തുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ഛനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാനാരാ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ മുഴുവൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, പക്ഷേ എന്താ ഒരു വാക്ക് എന്നെ പോലും വിളിക്കാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അളിയ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ആരുടെ അളിയെന്ന് ചോദിച്ചിട്ട് അച്ഛൻ ചൂടാവട്ടെ, എനിക്ക് ആങ്ങളെയാണെങ്കിൽ അപ്പോൾ പിന്നെ ഏട്ടൻ എന്തായാലും അളിയനായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ദേഷ്യപ്പെടണില്ല. എന്നിട്ട് പറയണ്ടേ, നിങ്ങൾ ഇനി ഇപ്പോൾ എത്രയൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവില്ല, ഈ വന്ന കാര്യം സാധിച്ചില്ല, ഇവിടെ എല്ലാം നോക്കി നടത്തി ഭംഗിയാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് പത്മൻ്റെ അടുത്ത് പറയും നിനക്ക് പറയാനുള്ളതൊക്കെ നിന്നോട് പറയാനുള്ളതൊക്കെ ഈ കുട്ടി പത്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവളോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രജിയും ഇവരങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് കണ്ടു ഗംഗയും ഏട്ടനും കൂടി പോയിട്ട് എല്ലാ അതിഥികളെയും ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കണം. എന്താ പിന്നെ വിശേഷം, ഭയങ്കര വിശേഷം ചോദിക്കലും സ്വീകരിച്ചിരുത്തലും. അവിടുത്തെ ആ വീട്ടിലത്തെ ഒരാൾ പോലും ഇത്ര ക്ലിയർ ആയിട്ട് ചെയ്യില്ല, അങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ ഗംഗ. ഇത് കണ്ടിട്ട് കലി അടക്കി നിൽക്കുകയാണ് പത്മ. അപ്പോൾ അച്ഛൻ പറയണ്ടേ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ വിളിച്ചിട്ടൊന്നല്ല വന്നത്, നീ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കണം, പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കാണല്ലോ അതിന് നാണക്കേട്, അപ്പോൾ വന്നിട്ട് കൊണ്ടിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അളിയൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇത് നടത്താൻ വന്നൊന്നല്ല, നിങ്ങളിപ്പോൾ ഇത് കൊള്ളാക്കാൻ വന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അളിയനൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗ പറയണ്ട അതേ വലിയവർ സംസാരിക്കും, മുതിർന്നവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് കുട്ടികൾ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അളിയനെയും കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് സൂര്യ ഇവിടെ തുള്ളിച്ചാടി നടക്കണം. ബാനർ വെച്ച് കഴിഞ്ഞാൽ ഉള്ള സൂര്യ ജയിച്ചല്ലോ, ആ സന്തോഷത്തിൽ തുള്ളിച്ചാടി മറിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നന്ദിനി മിണ്ടില്ലല്ലോ, നന്ദിനി മിണ്ടാണ്ടിരിക്കണം കേട്ടോ. അപ്പം നീ എന്താ നന്ദിനി മിണ്ടാത്തത് കണ്ടാ, ഇപ്പം എങ്ങനെയുണ്ട് ഒരു ഫോട്ടോ അല്ല അവരോടച്ചുള്ള അമ്മ. അപ്പോൾ നോക്ക് എത്ര ഫോട്ടോ ഞാൻ തൂക്കിക്കണേന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഗംഭീര തുള്ളിച്ചാട്ടാ. ഓ നീ മിണ്ടില്ലല്ലോ അല്ലേ, ഛേ ഇവിടെ ഉള്ളവരും കണക്കാ വന്നവരും കണക്കാ, എല്ലാവരും വാശിക്കാരാന്ന് പറയേണ്ടിട്ട് നമ്മുടെ സൂര്യ. അപ്പം നന്ദിനിയാണെങ്കിൽ നന്ദിയുടെ ദേവി ഉണ്ടല്ലോ അവിടെ, ദേവിയുടെ അടുത്താണിട്ടൊക്കെ സംസാരിക്കേണ്ടത്. എന്നിട്ട് അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന് മറുപടിയാണ് സൂര്യ പറയണത്. പക്ഷെ നന്ദിനി സൂര്യയുടെ അടുത്ത് സംസാരിക്കണില്ല, ദേവിയുടെ ഫോട്ടോൻ്റെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നന്ദിനി ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട അവസാനം സൂര്യ കൊണ്ട് സത്യ ഇടിക്കുകയാണ് കേട്ടോ. സത്യ ഇടിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ സൂര്യ അതിനെന്താ ഞാൻ സത്യ ഇടല്ലോ, ഇനി കുടിക്കില്ല എന്നുള്ളതാണ് സത്യയുടെ മന. അപ്പോൾ എന്തുകൊണ്ട് കുടിച്ചു എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണ്ട കേട്ടോ. സൂര്യ മറ്റേ ഭഗവതിയുടെ അടുത്ത് പറയണേ അതെ എനിക്ക് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് സ്ട്രെസ്സ് കൂടിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കുടിച്ചു പോയി, അതെനിക്ക് പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സ്ട്രെസ്സ് ഇവർക്ക് മാത്രമേ സ്ട്രെസ് ഉള്ളൂ, എന്താ കാരണം, അപ്പം ഞങ്ങൾക്കും ഇല്ല അതിലും ഇരട്ടി സ്ട്രെസ് ഞങ്ങൾക്ക് ഉണ്ട്, അപ്പം ഞങ്ങളും കുടിക്കട്ടെ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നന്ദിനി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് സത്യം ചെയ്യാൻ പറയും. സത്യം ചെയ്യാൻ പറയുമ്പോൾ അതിനെന്താ കൈ കാണിക്കുക നന്ദിനി, ഞാൻ സത്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലടിച്ചിട്ടല്ല, അപ്പോഴും പറയണത് ഭഗവാന്റെ അടുത്ത് പറയണ പോലെയാണ് കേട്ടോ നന്ദിനി പറയണത്, എൻ്റെ കയ്യിലടിച്ചിട്ടല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ അച്ഛനെ പിടിച്ച് സത്യം അതും വേണമെങ്കിൽ ചെയ്യണോ, ഞാൻ ചെയ്യട്ടെ, അതോ ഭഗവാനെ പിടിച്ച് സത്യം ചെയ്യണോ, ഞാൻ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സൂര്യ. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് അല്ല എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ അടുത്ത് ഫോട്ടോ നോക്കിയിട്ട് അയ്യോ അതൊരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറയും. കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സൂര്യ പറയണ്ട അച്ഛനെ വിളിച്ച് വേണമെങ്കിൽ സത്യം ചെയ്യാം, അഥവാ എനിക്കത് ത്യജിക്കേണ്ടി വന്ന അച്ഛനോട് സൂര്യ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സ്ട്രെസ്സ് വരികയാണെങ്കിൽ എനിക്ക് കുടിക്കാമല്ലോ, പക്ഷേ നിൻ്റെ കയ്യിലടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഭഗവാന്റെ അടുത്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നിന്നെ തൊട്ട് ഞാൻ നിൻ്റെ തലയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്യില്ല നന്ദിനി. എങ്ങാനും എന്തെങ്കിലും സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും അപകടം പറ്റും, കാരണം നീ എന്നെ വിശ്വസിച്ച് വന്നവളാണ്, നീ സ്പെഷ്യലാണ് നന്ദിനി എനിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിശ്വസിക്കുന്ന നന്ദിനി സത്യമായിട്ട് വിശ്വസിക്കുക, ഇനി ഞാൻ ചെയ്യില്ല, ഈ തവണ വിശ്വസിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്ദിനി പറയണം ഈ തവണത്തേക്ക് മാത്രം, അവസാനത്തെ തവണയാണ് പ്രത്യേകിച്ച് കേട്ടോ, ഇനി എന്തെങ്കിലും സൂര്യ സാറ് കുടിച്ചു വരികയാണെങ്കിൽ ഞാനും കുടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നൊക്കെ പറയണ്ടേട്ടോ നമ്മുടെ സൂര്യ. അപ്പോൾ നന്ദിനി പറയേണ്ടത് എന്നെ സാറിന് ഭഗവാന്റെ അടുത്ത് തന്നെ പറയണ്ടേട്ടോ, അറിയാലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് പറഞ്ഞതായിരിക്കും, ഇനി എങ്ങാനും സാറ് കുടിച്ചു വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഞാനൊപ്പം കുടിക്കും, ഇത് അവൻ്റെ അവസാനത്തെ വാക്കാണ്, സാറ് പറയണത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കണം, ഇനി ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണ്ടേട്ടോ. അങ്ങനെ ഒരു വിധം നമ്മുടെ സൂര്യ നന്ദിനീനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ, വാക്ക് കൊടുത്തിട്ട്. ഇവിടെയാണെങ്കിൽ ഗംഗ കിടന്നിങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കള്ളി അടക്കി പിടിച്ചിട്ട് നമ്മുടെ പത്മയും നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂര്യയും ഗംഗയും കൂടിയും കണ്ടുമുട്ടുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ ഇനി. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ.